ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രീം ബണ്ണാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, മധുരത്തിലുള്ള പഞ്ചസാര. അത് നമുക്ക് ആദ്യം പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരും. അവിടെ ഫൈനായിട്ട് തരി പോലും ഇല്ലാതെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലൂക്കോസ് പൊടി ഇല്ല അതുപോലെ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പൊടിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് അൺസാൾട്ടഡ് ബട്ടറാണ്. അതിട്ട് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതിന് ശേഷം പാൽപ്പൊടിയാണ്, അത് വലിയ 2 ടേബിൾ സ്പൂണും അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കണം, കൂടിപ്പോയാൽ അത് ജ്യൂസ് പോലെ കിട്ടും. അത് വേണ്ട, നമുക്കൊരു ക്രീം പേസ്റ്റ് രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരയണില്ലെങ്കിൽ അതിന് പാകത്തിനനുസരിച്ച് കുറച്ച് തുള്ളി കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. നമ്മൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ അതായത് ക്രീം രൂപത്തിൽ തന്നെ നമുക്ക് ബണ്ണുമ്പോൾ തേച്ചാൽ അത് ഇങ്ങനെ ലൂസായി ഒലിച്ചു പോകരുത്. കറക്റ്റ് ആകുമ്പോൾ ഇരിക്കുന്ന രീതിയിൽ വേണം അടിച്ചു കൊണ്ടുവരട്ടോ. ഇപ്പോൾ ഞാൻ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ 2 ബണ്ണും ഞാൻ ഫ്രൈ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ടോസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ബണ്ണ് അങ്ങനെ എടുത്താണ്. നമുക്ക് എങ്ങനെയും കഴിക്കാം കേട്ടോ, അങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ വെറുതെ 2 ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചെന്ന് മാത്രം. ഇന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മറ്റേത് ഞാൻ ടോസ്റ്റ് ചെയ്യണത് 2 ഇതേപോലെ കട്ട് ചെയ്തിട്ട് 2 ഭാഗം അപ്പുറം തിരിച്ച് മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തതാണേ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് ടോസ്റ്റ് ചെയ്യാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടോസ്റ്റ് ചെയ്ത് ബണ്ണ് എടുത്തിട്ട് ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. നല്ല മധുരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മിൽക്കി ബാറിൻ്റെ മിഠായി കഴിക്കില്ല, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ക്രീം ബണ്ണായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ട്രെൻഡ് എന്നല്ല, അത് കുറേ മുമ്പേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്രീം ബണ്ണൊക്കെ അതേപോലെ തേച്ച് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ അതേപോലെ പരട്ടി കൊടുക്കുന്നുണ്ട്. ക്രീം ബണ്ണ് കഴിക്കുമ്പോൾ മധുരം വേണം. അപ്പോൾ നമ്മൾ എത്ര ക്രീം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളിത് തേച്ച് നമ്മളെ ക്രീം ബണ്ണ് സെറ്റായിട്ടുണ്ട്. 2 ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോസ്റ്റ് ചെയ്താലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ടോസ്റ്റ് ചെയ്ത് വെറുതെ എടുത്തുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ടോസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. അല്ലാതെ ടോസ്റ്റ് ചെയ്താതെ കഴിക്കുകയും ചെയ്യാം. 2 കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുട്ടികൾക്ക് ഇനി വെക്കേഷനൊക്കെ വരുന്നത്, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഇതേപോലെ ഈവനിങ് സ്നാക്കോ എപ്പോൾ വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ക്രീം ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല കഴിച്ചിരുന്നണം, അതിൽ നല്ല രസം കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്രീം ബണ്ണ് ഇവിടെ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് കൂടുതൽ ഇവർക്ക് കുട്ടികൾക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കുമ്പോൾ ബണ്ണ് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എപ്പോഴും കുട്ടികൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എളുപ്പമല്ലേ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ ഇതും കഴിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയോടെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.